സാധിച്ചിട്ടുണ്ടോ എന്നത് എനിക്ക് സംശയമായി. ഇത് കണ്ടെത്താനായിട്ടിപ്പോൾ 70 കൊല്ലമായി ഞാൻ കളി തുടങ്ങിയിട്ട്. ഈ 70 കൊല്ലം ഞാൻ എന്തെടുക്കുകയായിരുന്നു എന്ന് പോലും എനിക്ക് നാണം തോന്നി. കാരണം 50 കൊല്ലമായി കേരള ബാസ്കറ്റ്ബോളിൻ്റെ ഒരു സജീവാംഗമാണ്. പക്ഷെ ഇവരെ കണ്ടെത്താനായിട്ട് ഈ നീണ്ട 50 കൊല്ലം ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. ഒരു പക്ഷേ 4-5 കൊല്ലങ്ങളായുള്ളതിൻ്റെ ശ്രമം തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ശ്രമം ഒരുവിധം ഫലത്തിൽ വന്നത്. മൊത്തം പറഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ടിക്കറ്റും നമ്മുടെ കളിക്കാരും 20 ദിവസത്തെ ക്യാമ്പൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ ഒരു 39 ലക്ഷം ഒരു 30 ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവുണ്ട്. ഈ 30 ലക്ഷം രൂപയും തരാൻ കേരള സ്പോർട്സ് കൗൺസിൽ ബാധ്യസ്ഥരുമാണ്. പക്ഷെ കടലാസിൽ മാത്രമായി നമ്മൾ ക്ലെയിം കൊടുക്കുന്നു, അവിടുന്ന് മറുപടിയില്ല, ഒന്നുമില്ല. വേണമെങ്കിൽ പരിശീലകരെ വിട്ടുതരാം, അവർക്കുള്ള ബാറ്റായി നമ്മളോട് കൊടുത്തോളാൻ പറയും. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുന്ന കാലത്താണ് ഞങ്ങളൊക്കെ കുറേശ്ശെ അഡ്വാൻസും അതും ഇതൊക്കെ എടുത്തു നിൽക്കുന്ന ഒരു കാലത്താണ് സ്റ്റാർട്ടിംഗ് 5-ലെ 5 പഴയ കളിക്കാരെ കണ്ടെത്താനും ഈ ഒരു സഹായ ഹസ്തം അവർ വീരാൻ സ്പോർട്സുമായി ചേർന്ന് നമുക്ക് തരാമെന്ന് സമ്മതിച്ചത്. ഞാൻ സാധാരണ ഇവരെല്ലാവരും റീബൗണ്ടിന്റെ കോൺക്ലേവിന് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ കളിക്കാർ 100-400 പേര് ഇരിക്കുമ്പോൾ അവരോടൊക്കെ ഞാൻ പറയും, കടമ്മനിട്ടയുടെ 2 വരികൾ, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഒന്ന് ഓർക്കണേ, ഇന്നത്തെ നിങ്ങളായത് എങ്ങനെയെന്ന് ഓർക്കണേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ കളി കൊണ്ട് ജോലി കിട്ടിയവരുണ്ട്, ബിസിനസ് നടത്തി വലുതായവരുണ്ട്, പല വിധത്തിലും പ്രശസ്തരായ ഇന്നത്തെ നിങ്ങളായി. പക്ഷെ നിങ്ങളുടെ ചെറുപ്പത്തിൽ 15, 16, 17, 20 വയസ്സ് വരെയൊക്കെ പന്ത് കളിച്ച് നടന്ന ആ കുട്ടിക്കാരമൊക്കെ മറന്നുപോയോ? നിങ്ങളാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച ബാസ്കറ്റ്ബോളിൽ നിങ്ങൾ മറക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ്. പക്ഷെ പറഞ്ഞ് റീബൗണ്ടിൽ തന്നെ പ്രശസ്തരായ 5 കളിക്കാർ, മുൻ താരങ്ങൾ, എല്ലാവരും സ്റ്റേറ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുള്ളവർ, സാമ്പത്തികമായി നല്ല ചുറ്റുപാടും, അതിൻ്റെ കൂട്ടത്തിൽ പ്രശസ്തരായ വീരാൻ സ്പോർട്സിനും കൂടെ കിട്ടിയപ്പോൾ അതൊരു വൻ പ്രസ്ഥാനമായി മാറി. ഞങ്ങൾക്കത് വലിയൊരു സഹായകവുമായി മാറി. പക്ഷെ ഇപ്പോഴും കുറെ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇത് ഗ്രാന്റ് കിട്ടിയാൽ നിങ്ങളുടെ ഈ സഹായം ധാരാളത്തിലധികം. പിന്നെ അതിന് മാത്രമല്ല, ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ വേറെയും ലക്ഷ്യങ്ങൾ മുടക്കുന്നുണ്ട്. ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, അതുപോലെ തന്നെ വേറെ ഈ ചില സ്കൂൾ ടൂർണമെന്റിനെ സ്പോൺസർ ചെയ്ത് വലുതാക്കി കൊണ്ടുവരുന്ന പരിപാടി, ലീഗുകൾ, 3-on-3 മത്സരങ്ങൾ കാഴ്ചവെക്കുക, കോച്ചിങ് ക്യാമ്പിന് വേണ്ടുന്ന പ്രത്യേക സഹായങ്ങൾ, യൂണിഫോം, കിറ്റ്, ഒട്ടനവധി രീതിയിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സംഖ്യ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കണ്ടു, സിന്തൈറ്റിന്റെ MD, പഴയ ബാസ്കറ്റ്ബോൾ കളിക്കാരൻ, തെറ്റില്ലല്ലോ, നമുക്ക് ഇനിയും ചില സഹായഹസ്തങ്ങളൊക്കെ വരും. അത് വേറെ മുത്തൂർ ഗ്രൂപ്പിന്റെ പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ ബോധം കേട്ട് കണ്ണി പോയി. ഇവരെല്ലാം ഈ ബാസ്കറ്റ്ബോൾ കളിയായി താല്പര്യമുള്ളവരും ബാസ്കറ്റ്ബോൾ കളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ റെഡിയായിട്ട് വന്നപ്പോൾ ഞാൻ എന്തെടുക്കുകയായിരുന്നു നിൽക്കേണ്ട കാലത്ത്. ഞങ്ങളുടെ കൂട്ടത്തിലും ചിലരുണ്ട് കേട്ടോ, MC ജോൺ ആൻഡ് കമ്പനിയുടെ ഒക്കെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാൽ, നമുക്ക് ഒത്തൊരുമിച്ച് പിടിച്ചാൽ കേരള ബാസ്കറ്റ്ബോൾ ചരിത്രം തിരുത്തി എഴുതും, ഇന്ത്യൻ ബാസ്കറ്റ്ബോളിന് ഉയരത്തിലെത്തിക്കും, ഏഷ്യയിലെ ചാമ്പ്യന്മാരാകും. ഇപ്പോൾ തന്നെ ഒരു 10 കളിക്കാരെങ്കിലും പല വിഭാഗങ്ങളിലായിട്ട് ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന് സാധിക്കുന്നു. അതൊരു കൊച്ചു കാര്യമല്ല. എല്ലാ വിഭാഗത്തിലും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ കളിക്കാരനോ കളിക്കാരിയോ ഉണ്ടായിരിക്കും. ആ ഒരു അവസ്ഥയിലെത്തി. ഇനി നമുക്കത് ഒരു ഭൂരിപക്ഷം കളിക്കാരാക്കി മാറ്റാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതിനിവിടെയുള്ളവരൊക്കെ ഒന്ന് വിരൽത്തുമ്പനക്കിയാൽ, ഏതൊക്കെ വിധത്തിൽ സഹായിക്കാമെങ്കിൽ ആ സഹായമൊക്കെ ചെയ്താൽ അത് വളരെ സുതാര്യമായിട്ട് ചെലവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നേതാക്കൾ ബാസ്കറ്റ്ബോൾ അസോസിയേഷനുണ്ട്, സത്യസന്ധമായി കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട്
നിങ്ങൾ കുളത്തിലല്ല എറിയുന്നത്, പാഴ്മണ്ണിലല്ല പൈസ എറിയുന്നത്, നല്ല വേണ്ടുന്ന ഫലഭൂയിഷ്ടമായ മണ്ണിലാണ്. അത് കുറച്ചുകൂടെ എല്ലാവരും സഹായിച്ച് നിങ്ങളെ ഒന്നുകൂടെ വളർത്താനും ഉയർത്താനും ശ്രമിക്കണം. താങ്ക് യു.